ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മാർട്ട് സ്കൂൾ സ്റ്റുഡൻറ്റ്. ഇന്ന് നമുക്ക് കേരള പാഠാവലിയിലെ ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന ചാപ്റ്റർ നമുക്ക് നോക്കാം. നമുക്കൊന്ന് വായിക്കാം. എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ആയിരം അത്ഭുത കാഴ്ചകൾ. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അന്വർത്ഥമാക്കുന്ന ദൃശ്യഭംഗികൾ ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം. ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം. നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ മൊത്തം പറഞ്ഞിരിക്കുന്നത് കുറിഞ്ഞിപ്പൂക്കളെ പറ്റിയാണ് അല്ലേ? നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടാവും. പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞിപ്പൂക്കൾ. നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടെന്ന് പറഞ്ഞാൽ 12 വർഷത്തിനൊരിക്കൽ പൂത്തുലയുന്നു. നീലക്കടൽ പോലെ നിറഞ്ഞുലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം. എത്ര വാഴ്ത്തിയാലും മതിയാവാത്ത ഒരു വിസ്മയ ദൃശ്യമാണത്. മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ. കാറ്റ് വീശുമ്പോൾ തിരയടിച്ചിളകുന്നത് പോലെ അവ ഒന്നിച്ചു നൃത്തം വയ്ക്കുന്നു. ആ നൃത്തത്തിന് സംഗീതമുണ്ട്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ദസ്ഥായിയിലുള്ള മൂള്, ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളംകാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട്. വനദേവതകളാവാം, ചെറുചോലകളാവാം. നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ്. കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞുലാവുന്നു. ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ. കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. ഒന്നോർത്തു നോക്കൂ, ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു. ചിറകുകളെല്ലാം പറന്നകലുന്നു. ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു. മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു. എല്ലാം നിശ്ചലം, നിശബ്ദം. പക്ഷേ നാം അറിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു. മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയണം. അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. വീണ്ടും 12 കൊല്ലം കഴിയും. വസന്തം ആകാശത്ത് നിന്ന് കാഹളം മുഴക്കിക്കൊണ്ടിറങ്ങി വരും. ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഞെട്ടിയുണർന്ന് പച്ചിച്ചു മിന്നുന്ന കൂപ്പുകൈയോടെ പുറത്തേക്കിറങ്ങി ഉയർന്നു വരും. വീണ്ടും അവ ലക്ഷം മൊട്ടുകൾ അണിയുകയായി. ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി. പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചെറുകടികൾ കേട്ടു തുടങ്ങുകയായി. മലഞ്ചെരിവുകളിൽ ഉത്സവത്തിൻ്റെ കേളികൊട്ട് മുഴങ്ങുകയായി. നമ്മെപ്പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു. ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ? ഒന്ന് മാത്രം എനിക്കറിയാം. എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല, തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്ക് വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ആ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ. മുൻമൊഴി സുഗതകുമാരി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, വായിക്കാൻ കണ്ടെത്താം. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത്? ആ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്നത് ഈ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ് എഴുതേണ്ടത്. മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിന് സംഗീതമുണ്ട് കേട്ടോ. അത് നമ്മൾ ആഡ് ചെയ്യണം, കാരണം ക്വസ്റ്റ്യൻ അതാണ്. ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ദസ്ഥായിയിലുള്ള മൂളൽ, ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട്. ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട്. ആരുടെയോ മധുരസ്വരത്തിൻ്റെ ചിരികളുണ്ട്. ഇത്രയാണ് നമ്മൾക്ക് ആൻസറായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എഴുത്തുകാരി എല്ലാം മറന്ന് നിന്ന് പോയത് എന്തെല്ലാം കണ്ടിട്ടായിരുന്നു? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഇതിൻ്റെ ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കുറിഞ്ഞിത്തേൻ നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നുറങ്ങുന്നത് കാണാം. അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞ് ലാവുന്നു.
ആ വലിയ മലഞ്ചെരിവുകൾ മുഴുവൻ വസന്തം വന്നു നിന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് പോലെ. കണ്ണുകൾ കൂമ്പി, ഇവിടെ ഞാനാന്ന് എഴുതിയേക്കണതിന് പകരം എന്തെഴുതണം? എഴുത്തുകാരി ഈ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി. ഇതാണ് കേട്ടോ ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കുറിഞ്ഞിച്ചെടികൾ നീണ്ട തപസ്സലാണ് എന്ന് പറയാൻ കാരണമെന്ത്? അപ്പം നമുക്ക് ആൻസർ നോക്കാം. അപ്പം ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു, ചിറകുകളെല്ലാം പറന്നകലുന്നു, ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു, മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു, എല്ലാം നിശ്ചലവും നിശബ്ദവുമാണ്. പക്ഷേ ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു, മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു. ഇനിയൊരു 12 കാലം കഴിയണം, അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. ഈ മനോഹാരിത നമുക്ക് വേണ്ടിയല്ല, പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ്? അതാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് ആൻസർ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ആൻസർ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം നശിപ്പിക്കുന്നവർക്ക് വേണ്ടിയല്ല, പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത. തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല, തേനീച്ചകൾക്ക് വേണ്ടി, ശലഭങ്ങൾക്കും വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കും വേണ്ടി, ഭൂമി എന്ന അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ ലാവണ്യ ദൃശ്യോത്സവം. ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ചർച്ച ചെയ്യാം, എഴുതാം. ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം. എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പലരും ഈ നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ പോയിട്ടുണ്ടാവും അല്ലേ? നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം കേട്ടോ. ഇത് മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന ദൃശ്യങ്ങളാണ്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല കോടമഞ്ഞുണ്ട്, മലകളുണ്ട്, അതുപോലെ നല്ല നീല കളറിലുള്ള നീലക്കുറിഞ്ഞിയുണ്ട് അല്ലേ. മൂന്നാറിൻ്റെ മനോഹാരിത, കുന്നുകളുടെ തണുപ്പ്, പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, വെള്ളി നിറമുള്ള അരുവികൾ, ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ, ആകർഷകമായ തോട്ടങ്ങൾ, ഇതെല്ലാം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. മൂന്നാർ മലനിരകളിൽ ലക്ഷം ലക്ഷം കുറിഞ്ഞിപ്പൂക്കൾ നീലക്കടൽ പോലെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ട്. 2018 പൂവിട്ട നീലക്കുറിഞ്ഞി ഇനി 2030 പൂവിടൂ. എനിക്ക് അപ്പോൾ എന്തായാലും പോയി കണ്ട് ആ ദൃശ്യഭംഗി ആസ്വദിക്കണം. നിങ്ങൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു, പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. ഇതാ ഇവിടെ മുതൽ എഴുതിയാൽ മതി. ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞു പോകുന്നു, ചിറകുകളെല്ലാം പറന്നകലുന്നു, ചെടികളെല്ലാം അലങ്കാരങ്ങൾ ഊരിവെച്ച് ഒഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്നു, മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു, എല്ലാം നിശ്ചലം നിശബ്ദം. പിന്നെ എഴുതാം, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് എഴുതാം: ഈ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു, മണ്ണിനടിയിൽ അവയെല്ലാം കാത്തുകിടക്കുന്നു, ഇനിയൊരു 12 കാലം കഴിയണം, അതുവരെ നീണ്ട തപസ്സിലാണ് കുറിഞ്ഞിച്ചെടികൾ. ഇത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇങ്ങനെയാണ്: പ്രകൃതി ഒരുക്കുന്ന ഈ മനോഹര കാഴ്ചകളെ നിലനിർത്താൻ ആദ്യം പ്രകൃതി സംരക്ഷകരായി നാം മാറണം. മഴവുമായി ഈ ഭൂമി വെട്ടിനിർത്താൻ ആരെയും നാം അനുവദിക്കരുത്. അവിടെ മറ്റൊരു പദ്ധതിക്കും അനുമതി നൽകാതെ പ്രകൃതിയെ പ്രകൃതിയായി നിലനിർത്താൻ നാം പരിശ്രമിക്കണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ചേർത്ത് വയ്ക്കുമ്പോൾ അവയുടെ നീല കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു. മെയ് എന്ന് പറയുന്നത് ശരീരം, അപ്പം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് കറുപ്പ് മെയ്യാകെ, കറുത്ത ശരീരം, നീല കറുപ്പ് മെയ്യാകെ. അപ്പം ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നീല കലർന്ന ഒരു കറുപ്പുള്ള മെയ്യ്. വണ്ടിൻ്റെ ശരീരത്തെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണല്ലോ കറുപ്പും നീലക്കറുപ്പും. ഭാഷാപ്രയോഗത്തിൽ ഇത്തരം വിശേഷണ പദങ്ങൾ നൽകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മെയ്യ് എന്ന പദത്തെ നീല, കറുപ്പ് എന്നീ പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പൂമ്പൊടിയെ മഞ്ഞ എന്ന പദം കൊണ്ടും, മഞ്ഞ പൂമ്പൊടി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വിശേഷണ പദങ്ങൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പദത്തിന്, ഇവിടെ പദം എന്ന് പറയുന്നത് മെയ്യാണ്, ആ പദത്തിന് അതുപോലെ ആ കംപ്ലീറ്റ് ആശയത്തിനും ഭംഗി കൂടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പുഷ്പോത്സവം സംഘടിപ്പിക്കാം. തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം. തിരുവനന്തപുരം.
ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാന നഗരിയിൽ വസന്തോത്സവം ഒരുക്കും. കേരള റോസ് സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് നഗരവസന്തം എന്ന പേരിൽ ഡിസംബർ 21 മുതലാണ് നഗരവീഥികളിലും കനകക്കുന്ന് പരിസരവും അടക്കം വസന്തോത്സവം സംഘടിപ്പിക്കുന്നത്. വെള്ളയമ്പലം, കവടിയാർ, ശാസ്തമംഗലം, വഴുതക്കാട്, സ്പെൻസർ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും പൂച്ചെടികളും അലങ്കാരച്ചെടികളും കൊണ്ട് വർണ്ണാഭമാക്കും. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വരെയും PMG വരെയുള്ള പാതയോരത്തും പൂക്കൾ നിറയും. വർണ്ണശബളമായ സുഗന്ധം നിറയുന്ന ചെടികൾക്ക് പുറമെ അലങ്കാര ദീപങ്ങളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും. പുലർച്ചെ 1 മണിവരെ വസന്തോത്സവം നീളും. കനകക്കുന്നിലും സൂര്യകാന്തി, നിശാഗന്ധി എന്നീ ഓഡിറ്റോറിയങ്ങളിലും പുഷ്പാലങ്കൃതമായ ഇൻസ്റ്റലേഷനുകൾ ഉണ്ടാവും. ഈ വാർത്തയെക്കുറിച്ച് ചർച്ച ചെയ്യുക. ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായ കുറിപ്പെഴുതുക. വസന്തോത്സവം എന്ന് പറയുമ്പോൾ തന്നെ പുഷ്പങ്ങളുടെ ഒരു ഉത്സവമാണല്ലേ. അപ്പം അതിനെ പറ്റിയ ഒരു കുറിപ്പെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെ എഴുതണമെന്ന്. അപ്പോൾ ഒരു സാമ്പിൾ ആൻസർ നമുക്ക് നോക്കാം. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടക്കുന്ന വസന്തോത്സവത്തിൻ്റെ വാർത്ത ഈ ഉത്സവത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. റോഡുകളുടെ ഇരുവശത്തുള്ള പൂച്ചെടികളും അലങ്കാരച്ചെടികളും കുട്ടികൾക്കും വലിയവർക്കും കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നു. അതുവഴി ചെടികൾ വീട്ടിൽ വച്ചുപിടിപ്പിക്കാനുള്ള താല്പര്യം കുട്ടികളിൽ വളർത്തുന്നു. വർണ്ണശബളമായ സുഗന്ധം നിറഞ്ഞ ചെടികൾ നിറഞ്ഞ ഭൂമി എത്ര മനോഹരമാണെന്ന തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാക്കുന്നു. ഈ സൗന്ദര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും ഉണ്ടാകുന്നു. അപ്പോൾ ഈ ആൻസർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ നിന്നും കുറച്ചെടുത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി ചേർത്ത് എഴുതണം കേട്ടോ. നിങ്ങളുടെ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുക. അത് നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു ആസൂത്രണം, പോസ്റ്റർ, നോട്ടീസ് തയ്യാറാക്കാൻ. അപ്പോൾ അത് ഞാൻ എൻ്റെ ആൻസർ പറയുന്നില്ല. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ സംഘടിപ്പിച്ച പുഷ്പോത്സവത്തെക്കുറിച്ച് പത്രവാർത്ത തയ്യാറാക്കുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്കൊരു സാമ്പിൾ പത്രവാർത്ത നമുക്ക് നോക്കാം. അപ്പോൾ ഹെഡിങ് ഒന്ന് ഇത്തിരി വലിയ ലെറ്ററിൽ എഴുതിക്കോളൂ. പിന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് വയ്ക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് സാമ്പിൾ ആൻസറാണ്. നമുക്ക് നോക്കാം. സ്നേഹഗിരിയിൽ പുഷ്പോത്സവം. സ്നേഹഗിരി ഹോളി ചൈൽഡ് സ്നേഹഗിരി സ്കൂളിൽ പൂക്കളുടെ വസന്തമൊരുക്കി പുഷ്പോത്സവം നടന്നു. 100 കണക്കിന് ആളുകളാണ് പുഷ്പോത്സവം ആസ്വദിക്കാൻ എത്തിയത്. ഓർക്കിഡ്, ബൊഗൻവില്ല, ജമന്തി, ഡാലിയ, ആന്തൂറിയം, ബോൾസം, ചെണ്ടുമല്ലി, ചെത്തി, റോസ്, ചെമ്പരത്തി ഇങ്ങനെ നീളുന്നു പൂക്കളുടെ നിര. സ്കൂളിലും വീടുകളിലുമായി കുട്ടികൾ നട്ടുവളർത്തിയ ചെടികളാണ് പുഷ്പമേളയിൽ പ്രദർശിപ്പിച്ചത്. പുഷ്പമേളയോടനുബന്ധിച്ച് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. Thank you for watching, children.